6th outpatient department, 29th labor room, then ventilator. T ventilator. Good morning, sir. Good morning, sir. Yes, good morning, good morning. Good morning, sir. Good morning, sir. Good morning. Sir. Okay, good morning. Morning, sir. Good morning, sir. Good morning. How are you? Very fine. I think. How are you? I am Fine. I am fine, sir. Fine, sir. Thank you. Fine. Okay, okay, okay. എപ്പോഴും ഫൈൻ ആയിരിക്കില്ല. ഓക്കെ Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലേ? അതെ, sir. സിമ്പിൾ പാസ്റ്റ് ആണ് എടുക്കുന്നത്. ഈ സിമ്പിൾ പാസ്റ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ ഓക്കെ. അന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ അതിന് മുമ്പ് ഒരു 2-3 എക്സസൈസ്, അതായത് യൂസ് കറക്റ്റ് ടെൻസ് ഓർ വെർബ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്കറിയാം. എങ്കിലും എന്റെ മനസ്സമാധാനത്തിന് ഒരു സെന്റൻസ് എഴുതിക്കും. ഓക്കെ, ഒരു സെന്റൻസ്. പറയട്ടെ? Yes, sir. Yes, sir. പറഞ്ഞോളൂ. I dash to church, CHURCH, to church every day. I dash to church every day. EVERY TAY. I dash to church every day. Bracket WENT, went. WENT, went. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ കറക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പൂരിപ്പിക്കണം. ഏതായിരിക്കും ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഗോ പ്രസന്റൻസ് ആണ്, വെന്റ് പാസ്റ്റ് ആണ്, അടുത്ത പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോ ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ടൈം വേർഡ് ഇവിടെ പോകുന്നുണ്ട്, എവരി ഡേ, എല്ലാ ദിവസവും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് പതിവിനെ സൂചിപ്പിക്കുന്നതാണ്, ഇത് സിമ്പിൾ പ്രസന്റിലെ വരാവൂ. അപ്പൊ വെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് നമുക്ക് പൂരിപ്പിക്കണം. അപ്പൊ അവിടെ എന്ത് വരും? Go. വെരി ഗുഡ്. I go to church every day. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ഗോ ടു ചർച്ച് എവരി ഡേ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അറിയാം, എന്നാലും എന്റെ മനസ്സമാധാനത്തെ ചോദിച്ചാൽ ഐ ഗോ ടു ചർച്ച് എവരി ഡേ. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ഗീത, ജി ക്യാപിറ്റൽ ലെറ്റർ, GEETH. ഗീത ഡാഷ്, പറയൂ. ഗീത GEETH, ഗീത dash her parents, PARENTS, her parents every Sunday, EVERY, every Sunday, SUNDAY, every Sunday. ബ്രാക്കറ്റില് വിസിറ്റ്, VISIT, വിസിറ്റ്, ബ്രാക്കറ്റില് വിസിറ്റ്. ഓക്കെ, കറക്റ്റ് ടെൻസ് ഉപയോഗിച്ച് പൂരിപ്പിച്ചേ. Visit. Visits ആണ്. ഗീത visits her parents every Sunday. ഓക്കെ, എഴുതിക്കോ. നമുക്ക് ലാസ്റ്റ് പറയും ആർക്കെങ്കിലും തെറ്റിക്കുന്നത് ആഗ്രഹം.
ഇനി ആരെങ്കിലും? നാൽപ്പത്തേഴ് പേരുള്ളതിൽ 2 പേര് എഴുതി. ഇനി ആരുമില്ല? ഓക്കെ 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 ഓക്കെ. ആ ഓക്കെ ഓക്കെ. അതിന് എന്ത് തെളിവുകളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വേണ്ടത് വിസിറ്റ്സ്, VISITS. എന്തുകൊണ്ട് വിസിറ്റ്സ് പോകുന്ന ആർക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കൂടി പറയാം. ഗീത എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. സിംഗുലർ ആയതുകൊണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഒരു കേട്ടാ. he dash meet MEAT. He dash meet every Sunday. Every Sunday. He dash meet every Sunday. Bracket sell. 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 Okay, പറയാമോ? He dash meet every Sunday. Bracket sell. 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 Okay, ശിവന് എഴുതിയിട്ടുണ്ട്, ഷിജിന് എഴുതിയിട്ടുണ്ട്. He sells എന്ന് വരുമോ? നിതിൻ എഴുതിയിട്ടുണ്ട്, രമ്യ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ലിസ്ന ഓക്കെ ഓക്കെ. ആളുകൾ വരുന്നേ ഉള്ളൂ. അലീന, ഫാത്തിമ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ശ്രീജ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കുമാരിയ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് പവിത്ര ചെറിയൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ബീജു ബിജു. ഓക്കെ 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 ഓക്കെ. അപ്പൊ എല്ലാവരും ഇപ്പോ റെഡി ആയിട്ട് വന്നതാണ്. ഓക്കെ ഓക്കെ. വിളിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ അവർക്ക് തെറ്റ് പറ്റിയേക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഷീ ഡാഷ് മീറ്റ് എവരി സൺഡേ. അവൻ എല്ലാ ഞായറാഴ്ചയും ആവശ്യം വിൽക്കുന്നു. അതൊരു പതിവാണ്, എല്ലാ ഞായറാഴ്ചയുമാണ് അവരുടെ പതിവ്. അപ്പൊ സബ്ജക്ട് എന്താണ്? ഈ ആണ്. അപ്പൊ വെർബിന്റെ കൂടെ എന്ത് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്? യെസ് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ഇതിന്റെ ആൻസർ എന്താണ്? He sells meet every Sunday. Okay, very good. He sells. SELLS. Sells meet every Sunday. അപ്പൊ തെറ്റിച്ചതുകൊണ്ട് ഞാൻ അവരോട് പറയുക. കുറച്ച് പേര് she dash hard. 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 She dash hard. 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 Bracket work. 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 She works hard. She works hard. ശിവന്യ, ലിജിമോള്, ലിജിൽ. ഓക്കെ ഓക്കെ. ഫാത്തിമ, ആതിര, ജസ്ന, ശ്രീജ, അഭിരാമി. ഓക്കെ 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 ഓക്കെ. ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ കറക്റ്റ് ചെയ്യാം. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വെർബിന്റെ കൂടെ എസ് ചേർക്കണമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സംഗതി നിങ്ങൾ ഇടയ്ക്ക് മറന്നുപോയതാണ്. അതുകൊണ്ടാണ് അത് തെറ്റ് പറ്റിയത്. ഓക്കെ ഓക്കെ ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടി നമുക്ക് അടുത്തിട്ട് പോട്ടെ. ദി സൺ, SUN, സൺ. ദി സൺ
dash in the west, in the west, W-E-S-T, west. The sun dash in the west. ബ്രാക്കറ്റില് സെറ്റ്, SET, സെറ്റ്. 10 പേജിലുണ്ട്. എഴുതിയിട്ടുണ്ട്. ലിജിമോള്, ശ്രീജ, പ്രിൻസി, ഷിയാസ്, ലിനി, പവിത്ര. ഓക്കെ. The sun sets in the west. ഓക്കെ. ശരി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇനി നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ ആ സംഗതി വിടുകയാണ്. ഇനി നമുക്ക് അടുത്തോട്ട് വരാം. ഓക്കെ, അപ്പൊ സിംപിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റേജ് എഴുതി കഴിഞ്ഞാല് ആ സിംപിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. അതിന് നെഗറ്റീവ് ആക്കാനാണെങ്കിൽ സബ്ജക്ട് എന്താണെന്ന് നോക്കിയിട്ട് ഒന്നിലേക്ക് ഡു നോട്ട് ചേർക്കുക, അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കുക എന്ന് പറഞ്ഞു. ഇനി അതിന് ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ഡു അല്ലെങ്കിൽ ഡസ് അതെടുത്ത് ആദ്യം പറയാന്ന് പറഞ്ഞു. ഇത്രയുമാണ് അത് പറഞ്ഞത്. ഓക്കെ, നമ്മളത് മനസ്സിലാക്കിയതാണ്. So now let us go to next tense, that is called simple past. നിങ്ങൾ ഒരു ഹെഡിങ് എഴുതുക, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു ഹെഡിങ് കൂടി എഴുതുക, സിമ്പിൾ പാസ്റ്റ്. SIMPLE, സിമ്പിൾ, PAST, പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന ഹെഡിങ് എഴുതിയിട്ട് എഴുതുക അടിയിലെ സബ്ജക്ട് S പ്ലസ് V, വെർബിന്റെ V, S പ്ലസ് V, ബ്രാക്കറ്റില് PAST, പാസ്റ്റ്. ഓക്കെ, ശരി. ഓക്കെ, ഇനി സ്വസ്ഥമായിട്ടുണ്ടോ കേട്ടോ. ഇനി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു, സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് എഴുതുന്നതെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ എഴുതിയിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതായിരിക്കും. സർ S പ്ലസ് V കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാ? എന്തോ S പ്ലസ് V പിന്നെന്താ പറഞ്ഞ സർ എഴുതാന്? ബ്രാക്കറ്റില് S പ്ലസ് V ബ്രാക്കറ്റില് പാസ്റ്റ്, PAST, പാസ്റ്റ്. പാസ്റ്റ് ടെൻസ് എന്നാണ് അതിനകത്ത് ഷോർട്ട് ആക്കി പാസ്റ്റ് പറയുന്നുള്ളൂ. PAST, പാസ്റ്റ്. ഓക്കെ. അപ്പൊ സബ്ജക്റ്റും അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ആ സെന്റൻസിനെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നു. നമ്മുടെ ഏറ്റവും ആദ്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്, മാനർ, പ്ലേസ്, ടൈം. ബാക്കിയുള്ള ഒബ്ജക്ട്, മാനർ, പ്ലേസ്, ടൈം കൂടി കഴിക്കോട്ടെ. നമുക്ക് ഇത് മാത്രം നോക്കിയാൽ മതി. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണെങ്കിൽ അത് കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയുന്നത്, he went to Madras yesterday. അവൻ മദ്രാസിലേക്ക് പോയി. ഗോ പ്രസന്റ് ടെൻസ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. സബ്ജക്ട് ഹി ആണ്. അത് കഴിഞ്ഞതിന് ശേഷം വെന്റ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. അപ്പൊ ഈ വെന്റ് ടു മദ്രാസ് yesterday, ഇന്നലെ അവൻ മദ്രാസിലേക്ക് പോയി. സിമ്പിൾ പാസ്റ്റ് ആണ്. I told them a story. ഞാൻ അവരോട് ഒരു കഥ പറഞ്ഞു. I സബ്ജക്റ്റ് ആണ്. told, ടെക്നിക്കൽ പേഴ്സൺസ് ആണ് told. I told them a story. ഞാൻ അവരോട് ഒരു കഥ പറഞ്ഞു. I told them a story. അടുത്തത്, she bought new pen. BUI, ബൈ, വാങ്ങുക. അതിന്റെ പേഴ്സൺസ് ആണ് BOUGHT, bought. അപ്പൊ she bought a new pen. അവൾ എന്ത് ചെയ്തു? ഒരു പുതിയ പേന വാങ്ങി. അപ്പൊ ഓർത്തിരിക്കുക, സബ്ജക്റ്റ് ഉപയോഗിക്കുക. ആ സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ ഏത് ടെൻസ് ഉപയോഗിക്കുക? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അതിന് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാല് നമുക്കിതിനെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. സിമ്പിൾ പാസ്റ്റ്. ഇനി നിങ്ങൾ ഒരു വാചകം എഴുതിയ സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന വാചകം എഴുതി.
സബ്ജക്റ്റ് വേണം, വെർബിന്റെ പാസേഴ്സ് വേണം. ബാക്കി എന്തുകൊണ്ടെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. I ate an apple. കൊള്ളാം. Eat പാസേഴ്സ് ആണ് ate. I ate an apple. She ran to the shop. Okay. He played cricket. I watched a Malayalam movie yesterday. Very good. He came, Fatima. He ran fast. Alina. Subject and verb passes. Correct ആണ് എഴുതിയ കറക്റ്റ് ഇല്ല. എഴുതിയ എല്ലാവരും ശരിയാണ്. I attended a wedding yesterday. Very good. Linsha. I attended a wedding yesterday. Last year, I traveled to Wayanad. ആ ഇയർ എന്നുള്ള സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തേര്. YEAR. ശരിയാണ്. ലാസ്റ്റ് ഇയർ. ഓക്കെ. Yes, subject verb passes. I switched my branch. He won the cricket match. Okay. ഇനി he was singing. അല്ലല്ല, അതിൻ്റെ അകത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. He was singing. അത് ഞാൻ പറയാട്ടോ, ഇത് കഴിയട്ടെ. He was singing. Okay, I went to school. Okay. I went to school. ശരിയാണ്. അടുത്തത് ഐ ബൈ എ നോക്കർ. അതിന്റെ അത് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ പറയുന്നത്. I drank water. I graduated from the university last year. Okay. The Olympics completed yesterday in Paris. Okay. I washed my dishes. Okay. I washed my dishes. Okay. I saw a movie, Alina. Okay. I saw a movie. Okay. I saw a video. Arya. Okay. Ramu visited, wanted to buy a scooter. Very good. My mother bought a new pair of dress. I cooked biryani. Okay. ശരി. അപ്പൊ ഞാൻ ആണോന്നില്ല. ഓക്കെ, റെഡി. നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എഴുതാനായിട്ട് പറ്റുമെന്നുള്ളത് മനസ്സിലാക്കി. ഇതിനകത്ത് ഒരാള് ഐ ബൈ എ ന്യൂ കാർ ചെയ്തിട്ടുണ്ട്. ബൈ പ്രസന്റ് ടെൻസ് ആണ്. ബൈ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ബോട്ട്, BOUGHT, ബോട്ട്. ഐ ബോട്ട് എ ന്യൂ കാർ എന്ന് പറഞ്ഞത് ശരിയാണ്. പിന്നെ ഒരു പ്രാവശ്യം ഒരാള് he was singing എന്ന് പറഞ്ഞു. നമുക്ക് സിമ്പിൾ പാസ്റ്റില് സബ്ജക്റ്റിലുള്ള വെർബിന്റെ പാസ്റ്റൻസ് വരുന്നത്. വാസ് അല്ലെങ്കിൽ വേറെ വെർബ് ഐൻജിയൊക്കെ വരുന്നത് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻഷനാണ്. അത് പാസ്റ്റ് കണ്ടിന്യൂസ് വരുന്നതാണ്. പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ തൽക്കാലം നമുക്ക് സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റൻസ് ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റുകളെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങളത് പറഞ്ഞു. ഇനി വേണ്ടത് എനിക്ക് ധൈര്യമുള്ള ഒരാളെയും എനിക്ക് വേണ്ടത്. Who is more courageous? I am ready എന്ന് പറയാൻ ആരുള്ളത്? Who is more courageous? ആരാണ് ഞാൻ I am ready എന്ന് പറയാൻ പറ്റുന്നതാണ്? Sir, I am ready. Very good. Your good name?
I'm Shrija, sir. ശ്രീജ, Yes. ശ്രീജ Yes, sir. ചോദ്യം ഇതാണ്. ഇന്ന് രാവിലെ മുതൽ രാവിലെ എഴുന്നേറ്റു ഈ സമയം വരെ, ഇപ്പൊ സമയം ഏതാണ്ട് 11:54. ഈ ഇത്രയും സമയത്തിനുള്ളില് ശ്രീജ ചെയ്ത കാര്യങ്ങളൊന്നും പറയും. എല്ലാം സിമ്പിൾ പാസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാല് ഇതെല്ലാം കഴിഞ്ഞുമായി സംഭവിക്കും. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ശ്രീജ ചെയ്ത കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒതുക്കി വെക്കുകയാണ്. ഞാൻ പറയും I got up at 6 o'clock in the morning. After that, I took my bath at 7:30 a.m. Then I took അങ്ങനെ പറഞ്ഞു പോലും രാവിലെ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞേ. Yes, start it. I wake up in the 5:30 in the I morning. wake up എന്നുള്ളത് past tense പോലെ. I woke up. I woke up എല്ലാം and past tense. Subject പറയുന്നത് past tense. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. Okay. okay. I woke up in the 5:30 at the morning, Okay. and I bath. ബാത്ത് എന്നുള്ളത് ടേക്ക് ബാത്ത് എന്നാക്കാം. Okay. And I take bath in 6 o'clock. ടേക്ക് ബാത്ത് എന്ന് പറയുന്നത് പ്രസിഡൻസ് ആണ്. അപ്പൊ നമുക്ക് കുളിച്ച് കഴിഞ്ഞല്ലേ? I took my bath. Okay. I took my bath in 6 o'clock, Very good. and എത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ സബ്ജക്റ്റിൽ I drank my tea. ഓക്കെ. I drank, അപ്പൊ നമുക്ക് സ്റ്റൈൽ ആക്കാം. I drank a cup of tea അല്ല, ഞാനൊരു കപ്പ് ചായ കുടിച്ചു. I drank a cup of tea. ശരി. Okay. I drank a cup of tea. Very good. പത്രം വായിച്ചോ? No, sir. അപ്പൊ വേണ്ട. പഠിക്കാനുള്ള എന്തെങ്കിലും പുസ്തകം വായിച്ചോ? Yes, sir. പത്രം വായി- I read it. റീഡ് പ്രസന്റൻസ് ആണ്. Uh, അതിന്റെ പാസ്റ്റ് ടെൻസ് read. റെഡ് എന്ന് പറയണം. Okay. I read the book Toril Vidi. ഓക്കെ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ റെഡ് തൊഴിൽ വീതി. ഓക്കെ. Okay. And I eaten a breakfast. And I ate my Ate breakfast. അല്ലെങ്കിൽ took my breakfast and cereal. Okay. Okay. And I attended Teresa ma'am class. Okay. That's all, sir. That is all. അല്ലേ? ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ശരിയാ. ആദ്യം പറയാനായിട്ട് ഞാൻ റെഡി എന്ന് പറയാൻ കഴിച്ച മനസ്സിനും പറഞ്ഞതിനും ഓക്കെ, കൺഗ്രാജുലേഷൻ. Thank you. ഓക്കെ, ഇനി അടുത്തതാരാണ്? രണ്ടാമത് പറയുന്ന ആളുകൾക്ക് ആദ്യത്തെ ഒരാൾ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ആലോചിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. എനിബഡി? ഓ, 47 പേര് ഇതിനകത്ത് ഉണ്ടായിട്ട് ആരില്ലേ? എനിബഡി? ഇന്ന് നടന്ന സംഭവം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇത്ര മണിക്ക് എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ഭക്ഷണം ഉണ്ടാക്കി, പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു, പിള്ളേരെ കുളിപ്പിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ പത്രം വായിച്ചു, ഞാൻ രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഓക്കെ, ഇത് പറയുന്നതിൽ എന്താ കുഴപ്പം? സബ്ജക്ട് വെർബിന്റെ പാസ്റ്റ് ടെൻസ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സബ്ജക്ട് വെർബിന്റെ പാസ്റ്റ് ടെൻസ് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പ്ലീസ് നെക്സ്റ്റ്. എവിടെ ആക്കുന്നത് ധൈര്യമില്ലേ? അടുത്താണ് വരൂ. ഞാൻ എത്ര ആവശ്യമായി വിളിക്കുന്നത്? നെക്സ്റ്റ്. Sir, I am ready. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ആം റെഡി എന്ന് പറഞ്ഞില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പ്രിൻസിയല്ലേ? Yes, sir. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ പ്രിൻസി പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ആൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക പറയാനല്ലോ. പ്രിൻസി, യൂസ് ക്യാപിറ്റൽ.
ശ്രമിക്കാം സർ തെറ്റുപറ്റിയാൽ. പറഞ്ഞോ, തെറ്റിക്കോട്ടെ. I woke up in the 5 o'clock at the morning വെരി ഗുഡ്. and took my bath at 7 o'clock. ഓക്കെ. Next, I watched the TV news. ഓക്കെ, ഐ വാച്ച് ദ ടി വി ന്യൂസ്. ഓക്കെ. I am going to hospital. അപ്പൊ ഗോയിങ് ടു ഹോസ്പിറ്റൽ എന്നുള്ളത് വരുന്നതാണ്. I went to hospital to get the medicine or to consult the doctor. Okay. ശരിയാണ്, പറഞ്ഞു. I went to hospital. ഇനി അവിടെ ചെന്നിട്ട് മരുന്ന് വാങ്ങി. നിങ്ങൾ പറഞ്ഞു I bought some medicine. ഓക്കെ, ഫ്രം ദ മെഡിക്കൽ ഷോപ്പ്. അപ്പൊ ഞാൻ അവിടെ കുറച്ച് മരുന്ന് വാങ്ങി. ഇനി ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ എത്ര മണിക്ക് എത്തി? തിരിച്ചെത്തുക എന്നുള്ള I returned. I returned 10:30. Okay, 10:30. Okay. I returned home at 10:30. Okay, let me read. 10:30. Okay. Baക്കി ഫസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു അല്ലേ? Yes, sir. അത് പറയും. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. First class attend Trisa. സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. ഞാൻ attended the Trisa ma'am class. Okay, I attended Trisa ma'am class. Okay. ശരിയാണ്. സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. മക്കളെ അത് മറക്കുന്നില്ല. സബ്ജക്ട് വെർബ് ഒബ്ജക്ട്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ക്ലാസ്സിലേക്ക് വന്നു. അപ്പൊ അതിന്റെ വേണ്ടിയിട്ട് വേറെ പറയാനുണ്ടാവുന്നില്ല. അറിയാം. അപ്പൊ പ്രിൻസിപ്പൽ ഓക്കെ, കൺഗ്രാജുലേഷൻ. ഓക്കെ, Thank you, sir. who is next? ഞാൻ പറയട്ടെ. Okay. I'm ready. എന്റെ പേര് നിജിയ എന്നാണ്. ഷിയാസ് എന്നാണ് അതിൽ കൊടുത്തത്. ആ പേര് വായിക്കാൻ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. Okay. Okay. Shia, you start with. I woke up in 5:30 o'clock in the morning. സമയം പറയുമ്പോൾ തൊട്ട് മുന്നിൽ ആക്ട് ചെയ്യുന്നത്. സമയത്തിന് മുന്നിൽ ആക്ട് ചെയ്യാം. I woke up at 5:30 o'clock in the morning. Very good. I drank a cup of coffee. Okay. Correct. Actually, version വരുന്നുണ്ടല്ലോ. I drank a cup of പിന്നെ okay, I watched the live news in my mobile. Okay. I cooked my lunch. Okay. I attended my first class in Trisa. Okay. എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾക്ക് പറയാൻ വേണ്ടി വേറെ എന്തെങ്കിലും. Did you Okay. I took my bath I took my bath at 9 o'clock. Okay. Have you the habit of reading the newspaper? No, ആശീലല്ല. Okay. മൊബൈൽ ന്യൂസ് കേൾക്കാറുള്ളൂ. Okay. I read my books. Okay. That's all. That's all you wrote. Okay. Very good. കുഴപ്പമില്ല. Shia, very good. അപ്പൊ ഇപ്പൊ 3 പേരായി. ഇനി അടുത്ത നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടായ സംഭവം സിംഗിൾ സെന്റൻസിൽ നമ്മൾ പറയാണ്ട് രക്ഷിക്കട്ടോ. എങ്കിലേ നമുക്കത് നമ്മുടെ തെറ്റുകൾ മനസ്സിലാവുള്ളൂ. നിങ്ങളല്ലാതെല്ലെങ്കിൽ ഇങ്ങനെ പതിയിരിക്കും. യെസ്, ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ ഞാൻ പറയാം. ഓക്കെ, വെരി ഗുഡ്. യുവർ ലിനിഷ. Yes, okay, start. I woke up 6 a.m. in the morning. Okay, I process. I woke up. Wake up to the process. I woke up. I brushed my teeth. Okay, I brushed my. ഇതുവരെ ആരും പറയാത്തൊരു കാര്യം പറഞ്ഞു കേട്ടോ. ബൈക്കിലൊക്കെ ചായ കുടിക്കാൻ ഇതൊക്കെ പറഞ്ഞു ആരും പറഞ്ഞില്ല. ഞാൻ രണ്ടിതാണ്. I brushed my teeth. ഞാൻ പല്ല് തേച്ചു. Okay. And I cooked our break. No. I cooked breakfast. Okay. നേരത്തെ ആള് നേരെ ബ്രേക്ക്ഫാസ്റ്റോട്ടല്ല ലഞ്ചിലോട്ട് പോയി അല്ലേ?
I cooked my breakfast. Okay. And I cleaned my home. I came to my home. Cleaned. Okay. I cleaned my home. Oh, okay. Cleaned my home. And I attended Teresa Mom class. Okay. എന്റെ അടുത്ത് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. പെട്ടെന്ന് കഴിയുമ്പോഴേ having the habit of reading newspaper. ടൈം കിട്ടാറില്ല. പത്രം വായിക്കാറുണ്ടോ രാവിലെ? മോർണിംഗ് വായിക്കത്തില്ല, ടൈം കിട്ടത്തില്ല. ശരി. Okay. Yesterday you read the newspaper. Yes, sir. Yes, sir. So let us ask you one question. Do you remember any heading, 3 major headings in the newspaper? I read only Metro. Okay. ഇത് സിവിൽ സർവീസിൽ ചോദിച്ചൊരു ചോദ്യം വേണ്ടത്. ഇന്നത്തെ പത്രത്തിലെ 3 പ്രധാനപ്പെട്ട വാർത്ത പറയാമോ എന്ന് ചോദിച്ചാൽ ഓക്കെ. അപ്പൊ കണ്ടില്ല. അപ്പോ നിമിഷ, ഇറ്റ് ഈസ് വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ഇനി അടുത്തതാണ്. ഓക്കെ. പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടി നന്നായിട്ട് പറയാമായിരുന്നു. അത് നമുക്ക് ഇനിയും ഇംഗ്ലീഷ് ക്ലാസ് വരുമല്ലോ, അപ്പൊ നമുക്കത് പറയാം. നിങ്ങളൊന്ന് തുടങ്ങി വെക്ക്. 2 വരി പറഞ്ഞാലും മതി. ഞാൻ എഴുന്നേറ്റ് ഇത്ര മണിക്ക് എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ചായ ഉണ്ടാക്കി, ചായ കുടിച്ചു, ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഓക്കെ. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് എല്ലാത്തിനും ഐ വെച്ച് പറയാം. സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ് പറഞ്ഞോളൂ. ആരാണ് നെക്സ്റ്റ്? Sir, ഞാൻ പറയാം. Very good. Fatima, yes, start. I woke up at 5:30 in the morning. Okay. I brushed my teeth. Okay. I took my prayer. Okay. You did your prayer. Okay. I called my children. Okay. I cooked tea and Okay. drank my tea. Okay. Then I cooked my breakfast. Okay. I took my child to school. Okay. I cleaned my home. Okay. I take my bath. Okay. Take the no problem. Then I read my newspaper Okay. and attended Teresa Ma'am class. Okay. Very good. Fatima, very good. Okay. ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അതെല്ലാം കുഴപ്പമൊന്നുമില്ല. പറയാൻ മനസ്സിലാക്കിച്ചേ. Okay. Very good. അടുത്തത് Which tested? സിമ്പിൾ പാസ്റ്റില് സബ്ജക്റ്റ്, വെർബിന്റെ പാസ്റ്റൻസ് ഉപയോഗിച്ച് ഇന്ന് നടന്ന സംഭവങ്ങൾ എന്ന് പറയുക. രാവിലെ മുതൽ ഈ സമയം വരെ നടന്ന സംഭവങ്ങൾ എന്ന് പറയുക. വരില്ല. Anybody? Nobody. Okay. ആർക്കെങ്കിലും one more person. ഒരാളും കൂടി. Oh, I fed my son breakfast. Okay. പറയാനായിരിക്കും മടിയല്ലേ, എഴുതാനാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഞാൻ ചെയ്യും, അതൊന്ന് എഴുതി. ഇന്ന് നിങ്ങൾ ചെയ്ത ഏതെങ്കിലും കാര്യം സിമ്പിൾ പാസ്റ്റ്. I read a story at Prathalipy app. Okay. റീഡ് എന്നുള്ളത് I read a story at Prathalipy. I prepared my children
to school. Subject permanent past tense. ബാക്കിയൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. Subject permanent past tense ആണ് മാത്രം നോക്കും. I go to temple. അയിന go present tense ആണ്. അതിന്റെ past tense ഉപയോഗിക്കുക. I went to temple. കേട്ടോ. I washed my clothes. Lunch. Okay. Okay, Aina. I went to Angamwadi to drop my daughter. Okay, very good. I cooked breakfast just now. Okay, ഇതെന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പറയുമ്പോൾ നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ചമ്മലങ്ങൾ മാറിയിട്ടുണ്ട്. I went to my relative's house. Fatima. I went to my relative's house. Okay. Neela, anybody? Yes, I went into shop to Lini percentage of vehicle. Percentage. I went into shop to purchase vegetable. 2 percentage of vehicle. Okay. To purchase, വാങ്ങിക്കുവാൻ. എന്നുള്ള വാക്കായിട്ട് കൂടെ മനസ്സിലാക്കുന്നത്. To jump, ചാടുവാൻ. To read, വായിക്കുവാൻ. To look, നോക്കുവാൻ. To use, ഉപയോഗിക്കുവാൻ. Okay. I went to church in the morning. Okay, Chippy. Yes. I sang a song, Fatima. In the morning, I sang a song. Okay, very good. My brother bought a dress for me. Hola. My brother bought a dress for me. My brother brought me a dress. I went to school to drop my son. Syria. Drop ചെയ്യുവാൻ. Next. Okay. ശരിയാണ്. Okay. അപ്പൊ നമ്മള് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റും കാര്യത്തിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ സിമ്പിൾ പാസ്റ്റ്. ഇനി ആ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് ഞാൻ ആരോട് ചോദിക്കട്ടെ. കീപ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റൊന്നുമില്ലല്ലോ. ഈ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടോ? ഇല്ല, തെറ്റില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ ആൾക്ക് ചോദിച്ചപ്പോ അവർക്ക് സംശയം വന്ന് നിങ്ങൾക്ക് ആർക്കും വരാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. അപ്പൊ അതിലൊരു കുട്ടി ചോദിച്ചു, ഈ സിംഗുലർ അല്ലേ ചെയ്യും എന്നുള്ളതിനെ കൂടെ എസും കൂടി വരേണ്ടതില്ലെന്ന് ചോദിച്ചു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെറുതെ കൂടെ എസ് വരണമെന്ന്. അപ്പൊ ഈ കെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റന്റെ ഈ കെയിമിന്റെ കൂടെ ഒരു എസ് കൂടി ചേർക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ എസ് ഇവിടെ ആരും ചേർത്തില്ല. കാരണം അത് പറയാം. ഒരു അതില്ല കറക്റ്റാണ് പറഞ്ഞത്. സബ്ജക്ട് ഓക്കെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മാത്രം സബ്ജക്റ്റിന്റെ കൂടെ എസ് ചേർത്താൽ മതി. അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് കറക്റ്റാണ് പറയാൻ കാരണം. സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ എസ് ചേർക്കണം. പക്ഷെ ഉപയോഗിച്ചിട്ടുള്ള ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അതിൽ എസ് ചേർക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ നമ്മൾ ബുദ്ധിയുള്ള കുട്ടികളാണ്. രാവിലത്തെ സെഷനിലെ കുട്ടികൾക്ക് അത്രയും ചിന്തിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടാണ് അവരെന്ത് ചോദിച്ചത്. പോട്ടെ, വീണ്ടും ഇതേ പോയിന്റിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. ഈ ചെയ്യും എന്ന് പറഞ്ഞു, അവൻ വന്നു. അവൻ വന്നിട്ടില്ല എന്നാണെങ്കിലോ, വരാറില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. വന്നിട്ടില്ല എന്നാണെങ്കിലോ, he didn't came. ഈ ഡിഡിന്റ് കെയിം ഒരാൾ പറഞ്ഞു. ഡിഡിന്റ് അതിന്റെ ബാക്കി പറയും. He didn't come. Did not came. He do not came. അല്ലേ?
He didn't come. അടുത്തത് He didn't come. ഈ ഡിഡിന്റ് കം ഒരാൾ ഡിഡിന്റ് കെയും പറഞ്ഞു, ഒരാൾ ഡിഡിന്റ് കം പറഞ്ഞു. ഓക്കെ, അടുത്തത് ഈ ഡിഡിന്റ് കെയും ലിൻഷ. അടുത്തത് ഡു നോട്ട്. ആര്യപ്പോ വരാറില്ലെന്ന് കേട്ടോ. ഞാൻ പറഞ്ഞല്ല, വന്നിട്ടില്ല, വരാറില്ലാതെ ഒരു ഈ ഡിഡ് നോട്ട് ഗെയിം ചെയ്യാ. യെസ്. അടുത്തത് ഈ ഡിഡിന്റ് കം ശ്രീജ. ഈ ഡിഡ് നോട്ട് ഗെയിം സഫിയ. He did not game, Sophia. അടുത്തത് ഇനി ആരും പറയുന്നില്ല. ഓക്കെ. ഇനി നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാം. പൊതുവായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഹാസിന്റെ ജൂബി. ഓക്കെ നമുക്ക് നോക്കാം. കേട്ടോ, ബ്ലൂ പ്രസന്റൻസ് ആണ്. അതിന്റെ മുന്നിൽ ഒരു ഡിറ്റ് ഇറക്കിയിരിക്കും. ഡിറ്റ് ഗോ എന്ന് പറഞ്ഞാൽ വരുന്നതാണ്. അപ്പൊ ഒരു പ്രസന്റ് അത് നമ്മൾ ഒരു മൂന്ന് പോലെ മനസ്സിലാക്കുക. ഏതൊരു പ്രസന്റൻസിന്റെ മുന്നിലും ഡിറ്റ് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. എക്സാമ്പിൾ പറയാം. ടേക്ക്, ടുക്ക്, ടേക്ക്. പ്രസന്റ് ടേക്ക് ആണ്, ടുക്ക് പാസ്റ്റ് ആണ്, ടേക്കിൻ പാസ്റ്റ് പഠിച്ചിട്ടാണ്. ഡിറ്റ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ടുക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കുക. ഡിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് പാസ്റ്റ് ടെൻസിന്റെ അർത്ഥമാണ്. അപ്പൊ ഡിറ്റ് ഗോ എന്ന് പറഞ്ഞാൽ വരുന്നതാണ്. ഡിറ്റ് PUY വൈ എന്ന് പറയുമ്പോൾ ബോട്ട്, ബോട്ട് എന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഡിറ്റ് റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ് എന്ന് പറയുമ്പോൾ റെഡ്. ഓക്കെ, എന്തായാലും അത് നമ്മൾ കോമൺ ആയിട്ട് കാര്യം മനസ്സിലാക്കുക. ഡിറ്റ് പ്ലസ് പ്രസന്റ് ടെൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് വിഷയം കൊണ്ടുവരാം. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇവിടെ അവൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഡിഡ് നോട്ട് ആണ് ഉപയോഗിക്കുക. ഡു അല്ലെങ്കിൽ ഡസ് അത് വരാറില്ല എന്നുള്ളതാണ്. വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഡിഡ് നോട്ട്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് കം എന്നുള്ളതിന് പകരം കെയിം എന്ന് പറയും. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ആ വിഷയം തെറ്റ് പറയാൻ പറ്റില്ല, കാരണം കഴിഞ്ഞു പോയ സംഭവമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഡ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അതുകൊണ്ട് കെയിം എന്ന് പറയേണ്ട കം എന്ന് പറഞ്ഞാൽ മതി. അവൻ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഡിഡ് നോട്ട് കം, ഈ ഡിഡ് നോട്ട് കം, കം പ്രസന്റ് ടെൻസ് ആണ്. ബാക്കിയുള്ളവരൊന്നും മ്യൂട്ട് ചെയ്യട്ടോ, ഡിസ്ക്രിപ്റ്റീവ്സ് ആവില്ലേ. ഈ ഡിഡ് നോട്ട് കം, ഈ ഡിഡ് നോട്ട് കം. ഞാൻ ഒന്നുകൂടി പറയാം. വരാറില്ല എന്നുള്ളതിന് ടു നോട്ട് നമ്മൾ പഠിച്ചതാണ്. വന്നിട്ടില്ല എന്നുള്ളതിന് ഡിഡ് നോട്ടാണ്. ഡിഡ് നോട്ട് കഴിഞ്ഞാല് പാസ്റ്റ് ടെൻസ് എഴുതാൻ പാടില്ല. അർത്ഥം പാസ്റ്റ് ടെൻസിന്റെയാണ്, പക്ഷെ ഡിഡ് എന്ന് പറയുന്ന വാക്ക് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് ഈ ഡിഡ് നോട്ട് കം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിറ്റിട്ടില്ല, വിൽക്കുക എന്നുള്ളതിന് സെല്ലാണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് സോൾഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ സോൾഡ് ആണ്. ഞാൻ വിറ്റിട്ടില്ല എന്നുള്ളതിന് ഐ ഡിഡ് നോട്ട് സെൽ, ഞാൻ വിറ്റിട്ടില്ല. ഓക്കെ, ഐ ഡിഡ് നോട്ട് സെൽ. അപ്പൊ ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് എന്ത് ഉപയോഗിക്കണം? പ്രസന്റ് ടെൻസ് വന്ന് വരുമ്പോൾ ഉപയോഗിക്കണം. അർത്ഥം പാസ്റ്റ് ടെൻസ് ആയിരിക്കും, കാരണം ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് വന്നാൽ അതിന്റെ അർത്ഥം പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറഞ്ഞു.
സബ്ജക്റ്റ് പ്ലസ് വർക്കിലെ പാസ്റ്റൻസ് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിന് തന്നെ നെഗറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡിഡ് നോട്ട് കഴിഞ്ഞിട്ട് വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. പക്ഷെ അർത്ഥം പാസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ സാധാരണ എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇന്ന് ചെയ്തിട്ടുള്ളത് ആ സംഭവം ഇംഗ്ലീഷിൽ പറയാം. അതായത് ഉദാഹരണം പറയാം, എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വസ്ത്രം അലക്കാറുണ്ട്, പക്ഷെ ഇന്ന് അലക്കുന്നില്ല. അപ്പൊ അതുപോലെ ഐ ഡിഡ് നോട്ട് വാഷ് മൈ ക്ലോത്ത്സ്. ഞാൻ എന്ത് ചെയ്തിട്ടില്ല? വസ്ത്രം അലക്കിയിട്ടില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം, എല്ലാ ദിവസവും നിങ്ങൾ വീടിന്റെ തറ തുടയ്ക്കാറുണ്ട്, ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷെ ഇന്ന് സമയക്കുറവ് മൂലം അത് ചെയ്തില്ല. അപ്പൊ നിങ്ങൾക്ക് പറയും ഐ ഡിഡ് നോട്ട് ക്ലീൻ ദ ഫ്ലോർ. ഞാൻ ഇന്ന് ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മൊബൈലിൽ നോക്കാറുണ്ട്, പക്ഷെ ഇന്ന് നോക്കിയിട്ടില്ല, കാരണം ചാർജ് ഉണ്ടായില്ല. ഐ ഡിഡ് നോട്ട് ലുക്ക് മൈ മൊബൈൽ. ഓക്കെ, അപ്പൊ ഇന്ന് ചെയ്യാത്തൊരു കാര്യം പറഞ്ഞു. ഇന്ന് രാവിലെ എഴുന്നേറ്റ് പതിവായിട്ട് ചെയ്യാറുള്ള കാര്യമാണ് ഐ ഡിഡ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ ലിൻഷ. ഓക്കെ, ഞാൻ ഇന്നത് പത്രം വായിച്ചിട്ടില്ല. അടുത്തത് കുഴപ്പമില്ല. ഇനി നിങ്ങള് ചെയ്യാത്ത നോക്കി എന്തുകൊണ്ടും ആയിക്കോട്ടെ, ഒരു സെന്റൻസ് പറയാം. ഇനിയിപ്പോ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ആലോചിച്ചതിന് പോയി ബുദ്ധിമുട്ടുണ്ട്. ഐ ഡിഡ് നോട്ട് ക്ലീൻ മൈ റൂം. ഓക്കെ, ഐ ഡിഡ് നോട്ട് കുക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഡിഡ് നോട്ട് വാച്ച് TV. ഐ ഡിഡ് നോട്ട് ഡ്രോപ്പ് മൈ ചിൽഡ്രൻ. ഓക്കെ 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 ഓക്കെ, വരുന്നുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഐ ഡിഡ് നോട്ട് ക്ലീൻ മൈ റൂം. ആ ക്ലീൻ എന്നുള്ള അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. I did not wash my clothes. Just I did not drink tea. Fatima, I did not drink tea. I did not wash my hair. I did not open the box. I did not take the bath. I did not watch Lisa. I did not return my note. See, that's a mistake. Right present tense ആണ്, wrote past tense ആണ്, return past participle ആണ്. Right, wrote, return. I did not return അല്ല, present tense ഉപയോഗിച്ചാണ്. did not കഴിഞ്ഞാല് I did not write അത് correct കേട്ടോ. I did not write. I did not attend Lisa mom's class. Fatima. Okay. Okay, okay. You see, I did not look the TV. Okay. Look already by watch now. Watch. Watch. I did not meet my niece. I did not read my book. I did not wash my car. Okay. I did not do homework. Okay, Alina. I did not do my homework. I did not prepare my children. After the mistake, prepared. That's past tense. Degree in degree of the percentage situation. But prepared and prepare. Prepare. Okay, okay, okay. Next. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാള് ഇന്ന് ചെയ്തതും ഇന്ന് ചെയ്യാത്തതും ആയിരത്തിനോട് പ്രിപ്പയർ വെച്ചിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇന്ന് ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ പറയണം. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ്. ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിച്ചില്ല. നമുക്ക് പറയാം ഐ ഡ്രാങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഐ ഡിഡ് നോട്ട്
റീഡ് ന്യൂസ് പേപ്പർ. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചില്ല. ഐ വാഷ്ഡ് മൈ കാർ. എന്റെ കാർ ഞാൻ കഴുകിയിട്ടു. അപ്പൊ പോസിറ്റീവ് വേണം, നെഗറ്റീവ് വേണം. ചെയ്ത കാര്യം വേണം, ചെയ്യാത്ത കാര്യം വേണം. അത് പറയും അത് ചെയ്തത് ആണെന്നില്ല. നമുക്കൊരു സെന്റൻസ്, അതായത് നിങ്ങൾ രണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക, അതിന്റെ നെഗറ്റീവ് പറയാം. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. I got up at 6:15 in the morning. Then I take my tea. ടേക്ക് എന്നുള്ളത് took നാട്ട് സിമ്പിൾ പാസ്റ്റ്. I took my tea. I took my tea. I didn't read ചെയ്യാത്ത കാര്യം newspaper. പറഞ്ഞു. I didn't read newspaper in the morning. Very good. I didn't read newspaper. Then I took my shower. I took my shower. Okay, very good. I took my bath. I took my shower. Very good. നല്ല കാര്യം. Okay. After that, I did my breakfast. I had my breakfast. അല്ലേ? Okay. I didn't check my timetable. I didn't set my timetable. Okay. After that, I checked it. After that, after half an hour, I checked my all timetable. Okay. Then I go to market. I went Okay. to market. Okay. എന്നിട്ട് ഡിഗ്നോട്ട് വെച്ച് പറഞ്ഞു. I did not buy. I forgot to buy some groceries. Okay. ഡിഗ്നോട്ട് നമ്പർ. എന്തെങ്കിലും സാധനം വാങ്ങിക്കാത്തത്. I didn't buy some groceries. Okay. Next. Then I reached home. I reached home. I cooked my evening food. Okay. I cooked my food. ഞാനത് ക്ലൂഡാണ്. ഞാൻ അത് ഭക്ഷണം പാകം ചെയ്തു, പക്ഷെ ഞാനത് സെർവ് ചെയ്തില്ല. അത് പറഞ്ഞു. I cooked my food and didn't serve that. I didn't serve it. സെർവ് ചെയ്ത് കൊടുത്തിട്ടാണ്. I cooked my food. ഞാൻ ഭക്ഷണം പാകം ചെയ്തേ. Okay. അടുത്തത് പിന്നെന്താ പറയാ? ഒന്നുമില്ല. ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. നശ്വ, വെരി ഗുഡ്. Thanks, sir. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ഇനി അടുത്താണ് ഒരു സിമ്പിൾ പാസ്റ്റും അതിന്റെ നെഗറ്റീവ് വരും. ഒരു ചെയ്ത കാര്യം, ഒരു ചെയ്യാത്ത കാര്യം. ചെയ്ത കാര്യം പ്രസന്റ് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് വരും. I woke up in the 5 o'clock. അപ്പൊ ടൈം അല്ലേ, അപ്പൊ ആക്ട് ചെയ്ത് I woke up in the 5 o'clock at the morning. ഓക്കെ. I didn't wake up in the 5. I didn't wake up At 5 o'clock. 5:30 ആണ് എഴുതിട്ട് പറഞ്ഞാൽ 5 o'clock. 5:30 എന്നുള്ള 6 അല്ല. I woke up at 6 o'clock in the morning. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. നമ്മൾ പറയാം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റില്ല. I did not wake up at 5 o'clock. Okay? Okay, sir. Read here. I went to hospital, but I did not take the medicine. Okay, very good. But I did not take the medicine. Okay. I returned my home. Okay. I didn't my breakfast. I didn't eat my breakfast. I didn't take or eat my breakfast. Okay. Next. പറഞ്ഞോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. പിന്നെ പത്രം വായിച്ചോ? I didn't a newspaper. Read newspaper. Read. Okay, sir.
Read the newspaper. Okay. That's good. I attended the first class. I attended the first class. Okay. ഇയാൾക്കത് പറയാലോ. ഞാൻ ആദ്യം ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ആദ്യം മുന്നോട്ട് വന്നില്ല. അത് പറഞ്ഞേ, ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ ഞാൻ ആദ്യം മുന്നോട്ട് വന്നു. മുന്നോട്ട് എന്ന് പറയുന്നത് ഫോർവേഡ്. ഐ ഡിഡ് നോട്ട് കം ഫോർവേഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ വേണ്ടി ഞാൻ ആദ്യം വന്നില്ല. ഐ ഡിഡ് നോട്ട് കം ഫോർവേഡ്. ഓക്കെ, നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുണ്ട്, രസകരമായിട്ടുണ്ട്. ഓക്കെ. അപ്പോ Thank you, sir. ഓക്കെ, വെൽക്കം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, അടുത്ത ദിവസം നമ്മൾ അടുത്ത ആഴ്ച കാണുമ്പോൾ നിങ്ങൾ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലെ ഒരു സെന്റൻസും അതിന് നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസും പറയാനായിട്ട് മാനസികമായിട്ടൊന്ന് തയ്യാറെടുക്കും. ഒരു ചെയ്ത കാര്യം, ഒരു ചെയ്യാത്ത കാര്യം. ഓക്കെ. Okay, sir. Okay, so we will meet next day. Okay, bye. Thank you, sir. Thank you, sir. Okay. Thank you, sir.